ഈ കളിയിലാണ്. ഫൈനൽ നിമിഷമാണ്. റിങ്കു സിംഗ് നേരിട്ട ആദ്യ പന്ത് നോക്കൂ, അതിർത്തി കടത്തി. ആദ്യ ഷോട്ട് അതിർത്തി കടത്തി. ഇന്ത്യ പാകിസ്ഥാനെ തകർത്ത് ഏഷ്യ കപ്പിൽ മുത്തമിട്ടിരിക്കുന്നു. 9ാം തവണ ഇന്ത്യ കിരീടം ചൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. റിങ്കു സിംഗ് നേരിട്ട ആദ്യ പന്ത് തന്നെ അതിർത്തി വരെ കടത്തി ഇന്ത്യക്ക് ഒരു മനോഹരമായ. മഹേഷ്, ഈ 147 റൺസ് വിജയലക്ഷ്യം എന്നൊക്കെ കേട്ടപ്പോഴേ നമ്മുടെ വെടിക്കെട്ട് ബാറ്റ്മാൻമാരെയൊക്കെ മുൻനിർത്തി ഒരു അനായാസ ജയമാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ഓരോ നിമിഷവും വളരെ ആകാംക്ഷയിൽ നിർത്തിക്കൊണ്ടുള്ള, മുൾമുനിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു മത്സരമാണ് നമുക്ക് ഇപ്പൊ ഫൈനലിൽ കാണാൻ കഴിഞ്ഞത്. ഫൈനലിന്റെ ചൂടും ചൂരും ആവേശവും ഒരുപോലെ ഉണ്ടായിരുന്നു എന്നുള്ള. തുടക്കത്തിൽ കുറച്ച് വിക്കറ്റുകൾ അഭിഷേകിന്റെയും ശുഭ്മൻ ഗില്ലിന്റെയും സൂര്യകുമാർ യാദവിന്റെയും ഒക്കെ വിക്കറ്റുകൾ നഷ്ടപ്പെട്ടപ്പോൾ തോൽക്കാനില്ല ഞാൻ എന്ന് പറഞ്ഞ് അവിടെ പാറ പോലെ ഉറച്ചു നിന്ന തിലക് വർമ്മ, തനി തങ്കമാണ് തിലക് വർമ്മ നിങ്ങൾ. കാരണം നോക്കൂ, ഇതുപോലൊരു മത്സരം, ഇങ്ങനെ ഒരു മത്സരത്തിൽ അതിനെ ചേസ് ചെയ്യുക എന്നുള്ളത് ഒരു ബാറ്ററെ സംബന്ധിച്ചിടത്തോളം, ഒരു ക്രിക്കറ്റ് താരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും സുവർണാവസരമാണ്. ഈ സമയത്ത് സഞ്ജു സാംസനെ നമുക്ക് ഓർക്കാതെ വയ്യ. 24 റൺസ് സഞ്ജു സാംസൺ 21 പന്തിൽ. ഒരു മലയാളി ടച്ച് കൂടിയുണ്ട് ഈ വിജയത്തിൽ എന്ന് കൂടി ഓർക്കണം. അമൃത, ഇതൊരു വല്ലാത്ത നിമിഷമാണ്. അമൃത ഇവിടെ നിന്ന് വാർത്ത വായിക്കുന്ന സമയത്തും ഓരോ സമയത്തും തൊട്ടപ്പുറത്തുള്ള സ്ക്രീനിലേക്ക് നോക്കി ടെൻഷൻ അടിച്ച് നിൽക്കുകയായിരുന്നു. എന്താകും ഞാൻ ഡെസ്കിലേക്ക് നോക്കുമായിരുന്നു. അതിന്റെ ഇടയിൽ ഹരിഗോവിന്റെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചില സമയത്ത് ഹരി ഡെസ്കിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. ഈ ടെൻഷൻ സഹിക്കാൻ പറ്റാണ്ടേ